രചന രാജീവ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നല്ല തണുപ്പുള്ള ആ പ്രഭാതത്തിലെ സൂര്യകിരണങ്ങൾ കണ്ണിലടിച്ചപ്പോൾ അവൾ മെല്ലെ ബെഡ്ഷീറ്റ് തലവഴി മൂടി വീണ് ചുരുണ്ടുകൂടി കിടന്നു. ഈ തണുപ്പത്ത് ഇങ്ങനെ തലവഴി പുതച്ചു മൂടി കിടക്കാൻ എന്ത് രസം! ആഹാ, ഓഹോ! അവൾ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഡീ ഷഹന, മൂട്ടിൽ വെയിലടിച്ചിട്ട് നാണില്ലാ കിടന്നുറങ്ങാ, എഴുന്നേക്കടി. അപ്പോഴാണ് ഉറക്കം കെടുത്തിക്കൊണ്ട് പോരാളിയുടെ ശബ്ദം കാതിലെത്തിയത്. ഓഫ്, എന്താ ഉമ്മ സമ്മതിക്കൂലേ? ആ, എന്റെ പൊന്നുമോക്ക് 8 മണി വരെ ഉറങ്ങിയിട്ട് മതിയായില്ലല്ലേ? എഴുന്നേറ്റ് കുളിച്ച് കോളേജിൽ പോവാൻ നോക്കടി. ഇല്ലേല എന്റെ മോന്തമ്മ കൂടി ഞാൻ വെള്ളം ഒഴിക്കൂട്ടോ. ഉമ്മ അല്ലേടി വാപ്പ, എഴുന്നേറ്റ് പോടി. ഈ പോരാളിയുടെ ഒരു കാര്യം നമ്മള് റെഡിയായിട്ടോ? തലയിലെ തട്ട് നേരാക്കി താഴേക്ക് ഇറങ്ങി വന്ന ഷഹന പറഞ്ഞു. വന്ന് കഴിച്ചിട്ട് പോ മോളെ, ഉമ്മ കിച്ചണിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഉപ്പ. ആ, ഗുഡ് മോർണിംഗ് മോളെ. ഇജ്ജ് റെഡിയായോ? പിന്നില്ലാണ്ട്. ഉപ്പാന്റെ മോളെ ആരാന്ന് വിചാരം? പൊളിയല്ലേ പൊളി. അതെന്താ ഉപ്പ ഇങ്ങക്കൊരു പുച്ഛം? അയ്യോ, ഒന്നുമില്ലായി. ഉപ്പാന്റെ പൊന്നുമോള് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കോളേജിലേക്ക് പോവാൻ നോക്ക്. ആൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്കൂട്ടി എടുത്ത് കോളേജിലേക്ക് പോയി. ഇത് ചാലിയത്ത് വീട്. ഇവിടുത്തെ ഗൃഹനാഥൻ അബൂബക്കർ, ഭാര്യ സഫിയ ബീവി, ഇവരുടെ ഒരേ ഒരു മകൾ ഷഹന. അബൂബക്കറിന്റെ ബിസിനസ്സാണ്. സ്വന്തമായി തടിമില്ലും ജ്വല്ലറിയും ഉണ്ട്. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഉപകാരിയായ മനുഷ്യൻ. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും. വീട്ടിൽ ആരും സഹായം ചോദിച്ചു വന്നാലും അവര് വെറും കൈയോടെ മടക്കി അയക്കില്ല. ഉപ്പയുടെയും ഉമ്മയുടെയും എല്ലാ ഗുണങ്ങളും കിട്ടിയ മകളാണ് ഷഹന. കോളേജിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെന്നറിഞ്ഞാൽ അവരെ സഹായിക്കാതിരിക്കാൻ അവളുടെ മനസ്സ് അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ കോളേജിൽ ഒട്ടുമിക്ക സ്റ്റുഡൻസിനും വലിയ സ്നേഹമാണ് ഷഹനയോട്. അവരുടെ എന്താവശ്യത്തിനും കട്ടൊക്കെ കൂടെ ഉണ്ടാവും ഷഹന. മിയു, ഹോയ്, എവിടെയാണ് എല്ലാവരും? ക്ലാസ്സിലെത്തിയ ഷഹന തന്റെ ചങ്സിൽ ഒരാളെ മിയയോട് ചോദിച്ചു. ഓ അതോ, ആരോ പറഞ്ഞു നമ്മുടെ ഷിജു സാറിന് പകരം പുതിയത് ചുള്ള മാഷ് വന്നിട്ടുണ്ടെന്ന്. ആ മാഷിനെ കാണാൻ എല്ലാം കൂടി പോയേക്കുവാ, മിയ പറഞ്ഞു. അയ്യേ, ഓൾക്ക് കൂടി മനുഷ്യന് ഉള്ള വില കളയൂലോ ശവങ്ങള്. അല്ല, അവളുമാര് പോയതൊക്കെ അവന്മാരെന്തിനാ പോയേ? അതാ അവളുമാര് വിളിച്ചുകൊണ്ട് പോയതാ. എന്നിട്ട് ഈ എന്ത് പോവാഞ്ഞേ? എന്റെ പൊന്നു മോളെ, ഞാനിവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്, നിനക്ക് സഹിക്കുന്നില്ല അല്ലേ? ഞാനെങ്ങാനും അങ്ങനെ വായി നോക്കുന്നത് കണ്ടിട്ട് വേണം എന്റെ പുന്നാരെ കാവും എന്നെ പഞ്ഞിക്കിടാൻ. ഒന്ന് പോടി അവിടുന്ന്. ആഹാ, കിരണി കോളേജിലായത് കാരണം പൊന്നുമോൾക്ക് വായി നോക്കാനുള്ള അവസരം കിട്ടുന്നില്ല അല്ലേ? പൊടി പട്ടി. അല്ല, നീ പോകുന്നില്ല സാറിനെ കാണാൻ? ആ, എന്തായാലും പോയതൊക്കെ വരട്ടെ. സാറെന്തായാലും ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നേ, അപ്പൊ കാണാം. ഹായ് ഷഹനക്കുട്ടി. ഓ, വായി നോക്കികളൊക്കെ എത്തിയോ? നാണില്ലല്ലോ ഡി നിനക്കൊക്കെ പഠിപ്പിക്കുന്ന സാറിനെ വായി നോക്കാൻ. എടി, നല്ല ചുള്ളൻ സാറാണെടി, ഗാഥ പറഞ്ഞു. ഓ, ഒരു ചുള്ളൻ. നമ്മൾ കാണാത്തൊന്നല്ലോ ചുള്ളന്മാര്. ഒന്ന് പോടി, ഷഹന പുച്ഛത്തോടെ പറഞ്ഞു. ഡാ, ഈയൊക്കെ എന്ത് കാണാനാണ് വൃത്തിയേട്ടന്മാരെ പോയത്? എന്റെ പൊന്നു ഷഹന, ഇവളുമാര് വിളിച്ചുകൊണ്ട് പോയതാടി, കിരൺ പറഞ്ഞു. നാണില്ലല്ലോ അണക്കൊക്കെ. ഓടി ഓടി, ദേ പ്രിൻസി വരുന്നുണ്ട് പറഞ്ഞുകൊണ്ടൊരു കുട്ടി ഓടി വന്നു. പിന്നെ ക്ലാസ് മുഴുവൻ സൈലന്റ് ആയി. ഒരു മുട്ട് സൂചി വീണാൽ പോലും കേൾക്കാം, അത്രയ്ക്ക് നിശബ്ദത. കാരണം പ്രിൻസി അത്രയ്ക്ക് പേടിയാണ് എല്ലാവർക്കും. ആള് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഗുഡ് മോർണിംഗ് സർ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. വെരി ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നിങ്ങളുടെ ക്ലാസ് ഇൻചാർജായി പുതിയ സാറ് ജോയിൻ ചെയ്തവരെല്ലാവരും അറിഞ്ഞാണല്ലോ അല്ലേ? യെസ് സർ. ഓക്കെ, ഗുഡ്. ദേ, ഇതാണ് ഇന്നു മുതൽ നിങ്ങളുടെ സാറ്, പേര് അഷ്റഫ്. സാറിനൊപ്പം വന്ന ചെറുപ്പക്കാരനെ പ്രിൻസി പരിചയപ്പെടുത്തി. അപ്പോഴാണ് അദ്ദേഹത്തെ എല്ലാവരും ശ്രദ്ധിച്ചത്. അഷ്റഫ്, ഇവരാണ് ഇന്നു മുതൽ സാറിന്റെ സ്റ്റുഡൻസ്. അപ്പൊ ബെസ്റ്റ് ഓഫ് ലക്ക്. പ്രിൻസി അഷ്റഫ് സാറിന് കൈ കൊടുത്തു. താങ്ക് യു സർ. പ്രിൻസി ക്ലാസ്സിൽ നിന്ന് പോയി. ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അപ്പൊ നമുക്ക് ആദ്യം പരിചയപ്പെടാം. എന്റെ പേര് നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം. അഷ്റഫ്, സ്ഥലം കല്ലിശ്ശേരി. ഡി ഷഹന, കല്ലിശ്ശേരി നിന്റെ വീടിനടുത്തല്ലേ? മിയ ചോദിച്ചു. യെസ്, നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ. എന്താ അവിടെ ഒരു സംസാരം? സാറ് ചോദിച്ചു. അല്ല സർ, ഇവിടെ വീടിനടുത്താണ് കല്ലിശ്ശേരി, അത് ചോദിച്ചതാ, മിയ പറഞ്ഞു. അതെയോ, എവിടെയാളുടെ വീട്? ആ സർ, നമ്മളെ വീട് മങ്കരക്കൽ. ഷഹന തട്ടുന്നേരായിക്കൊണ്ട് പറഞ്ഞു. ഓ, അപ്പൊ എന്റെ വീട് കഴിഞ്ഞാലേ തന്റെ വീട്? അതെ സർ. ഓക്കെ, അപ്പൊ നമുക്ക് പരിചയപ്പെടൽ തുടരാം. നെക്സ്റ്റ്, ക്ലാസ്സിലെ ഓരോ കുട്ടികളായി പരിചയപ്പെടുത്തി. അടുത്ത ഷഹനയുടെ ഊഴമാണ്. അവൾ മെല്ലെ എഴുന്നേറ്റ് തട്ടുന്നേരെയാക്കി പരിചയപ്പെടുത്താൻ തുടങ്ങി. ഹലോ സർ, ഞാൻ ഷഹന, എന്റെ വീട് മംഗലക്കൽ. വീട്ടിൽ ഉപ്പയും ഉമ്മയുണ്ട്. ഉപ്പക്ക് ബിസിനസ്സാ. എന്ത് ബിസിനസ്സാ എന്റെ ഉപ്പാക്ക്? അത് സർ, തടിമില്ലുണ്ട്, പിന്നെ ജ്വല്ലറി. ഓക്കെ, സിറ്റ് ഡൗൺ. നെക്സ്റ്റ്. അങ്ങനെ അന്നത്തെ ദിവസം പരിചയപ്പെടലിലൂടെ കടന്നുപോയി. പിന്നീടുള്ള ഓരോ ദിവസവും അഷ്റഫ് സാറിന്റെ ക്ലാസ്സിലിരിക്കാൻ എല്ലാ സ്റ്റുഡൻസിനും ഇഷ്ടമായിരുന്നു.
സാർ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. സാറ് പഠിപ്പിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിരുന്നു. ആഴ്ചകൾ പലതും കഴിഞ്ഞപ്പോൾ അഷ്റഫിന് മനസ്സിലായി ക്ലാസ്സിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന സ്റ്റുഡന്റ് ഷഹനയാണെന്ന്. എല്ലാ ക്ലാസ് ടെസ്റ്റിനും അവളായിരുന്നു മുമ്പിൽ. ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും സാർ അവളെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. സാറിന് അവളോട് സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് അവളോട് അസൂയുള്ള പലരും പറഞ്ഞു വരുത്തി. പക്ഷേ സാർ ഷഹനയെ അതിനൊന്നും പ്രതികരിച്ചില്ല. കാരണം തങ്ങൾക്കിടയിൽ അധ്യാപക വിദ്യാർത്ഥിനി ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് ഇരുവർക്കും അറിയാമായിരുന്നു. ഹലോ ഷഹന. ഹലോ സാർ, സാറെന്താ ഇവിടെ? ഞാനൊരു ചെറിയ ഷോപ്പിന് വന്നു. താനോ? അതെ. കഴിഞ്ഞു ഷോപ്പിംഗ്? ആ സാർ കഴിഞ്ഞു. എന്നെയും കഴിഞ്ഞു. നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ? ഓക്കെ സാർ. ആ എന്നാ വാ. അവർ രണ്ടുപേരും കൂടി അടുത്തുള്ള ആ ജ്യൂസ് ഷോപ്പിൽ കയറി ജ്യൂസ് കുടിച്ച് കുറച്ചേരം സംസാരിച്ചു. സാർ ഞാൻ പേ ചെയ്യാം. ഏയ് വേണ്ട. ജ്വല്ലറി ഓർഡർ അല്ലെങ്കിലും പഠിപ്പിക്കുന്ന സ്റ്റുഡൻറ്റിന് ഒരു ജ്യൂസ് വാങ്ങി കൊടുക്കേണ്ട കാശൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ? കളിയാക്കിയതാണോ? ഏയ് ഒരിക്കലും അല്ല. അപ്പൊ ശരി, നാളെ കോളേജിൽ കാണാം. ശരി സാർ, ബൈ. ഇരുവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. കോളേജ് ഡേ സെലിബ്രേഷനിൽ അഷ്റഫ് സാറും സ്റ്റുഡൻസിനൊപ്പം പ്രോഗ്രാമിന് കൂടി. സ്റ്റാറും സ്റ്റുഡൻസും കൂടി ആ കോളേജ് ഡേ കളർഫുള്ളാക്കി. ഓരോ ദിവസവും സാറിന്റെ ക്ലാസ്സിൽ കുട്ടികൾ വളരെയേറെ ആവേശത്തോടെ പഠിച്ചു. സാറിനും കുട്ടികളെ പഠിപ്പിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം സാറ് പറയുന്നൊക്കെ അനുസരിക്കുന്നവരായിരുന്നു എല്ലാ സ്റ്റുഡൻസും. ഒരു ദിവസം സാർ ക്ലാസ്സിൽ വന്നപ്പോൾ ഷഹനയെ ക്ലാസ്സിൽ കണ്ടില്ല. ഷഹനൊന്ന് ലീവാണോ? സാറ് ചോദിച്ചു. അവൾക്ക് പനിയാണ് സാർ, മിയ പറഞ്ഞു. ഓക്കെ. ഓ. അന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയ ശേഷം അഷ്റഫ് അവൾ വിളിച്ചു. ഹലോ സാർ. എന്താണോ പനി പിടിച്ചോ? ആ സാർ പനിയാ. താൻ വരാത്തെന്നാ ക്ലാസ്സിൽ ചോദിച്ചപ്പോ മിയാണ് പറഞ്ഞത് തനിക്ക് പനിയാണെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ പോയോ? ആ സാർ രാവിലെ പോയി. നന്നായിട്ട് റെസ്റ്റ് എടുക്ക്, കുറഞ്ഞിട്ട് വന്നാൽ മതി. ശരി സാർ. ഓക്കേടോ. നീ ഷാന മോളെ, നീ വരാത്ത ദിവസം അഷ്റഫ് സാറ് നിന്നെ തിരക്കേടി, മനു പറഞ്ഞു. ക്ലാസ്സിൽ ആര് വരാതായാലും സാറ് തിരക്കുമല്ലോ, അതിനെന്താ? ഇതങ്ങനെയല്ല മോളെ, നീ സാറിന് എല്ലാവരെയും പോലെയല്ല, സ്പെഷ്യലാ. അനക്ക് വേറെ പണിയൊന്നുമില്ലേ മനു? അതല്ലടി ഞാൻ. ഈ ഒന്നും പറയണ്ട, ചുമ്മാ ഓരോ കൊനിഷ്ടം കൊണ്ട് വന്നേക്കും. ഷാന ദേഷ്യപ്പെട്ടു. ഒരു ദിവസം അഷ്റഫ് സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ പ്രിൻസിപ്പൽ സാർ അങ്ങോട്ടേക്ക് വന്നു. സാറിനെ കണ്ട എല്ലാ സ്റ്റുഡൻസും എഴുന്നേറ്റു. സിറ്റ് ഡൗൺ. ആ അഷ്റഫ് സാർ, ഞാനിപ്പോൾ വന്നൊരു പ്രധാന കാര്യം പറയാനാണ്. നമ്മുടെ ഈ കോളേജിൽ നിന്നൊരു കുട്ടിക്ക് UK പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. 5 വർഷത്തിലൊരിക്കലാണ് ഈ അവസരം ലഭിക്കുന്നത്. ഈ കോളേജിലെ ഏറ്റവും ടോപ്പറായ സ്റ്റുഡൻറ്റിനാണ് ആ സ്കോളർഷിപ്പ് കിട്ടുന്നത്. നമ്മുടെ കോളേജിലെ ഏറ്റവും ടോപ്പറായ സ്റ്റുഡൻറ്റ് ഷഹനയാണ്, സെക്കൻഡ് ഗായത്രി. ഇവരിൽ ആർക്കാണ് പോകാൻ താല്പര്യം സാറ് ചോദിച്ച് പറയൂ. യെസ് സർ, ഞാൻ അറിയിക്കാം. ഓക്കെ. പ്രിൻസി അവിടുന്ന് പോയി. ഷഹന, താൻ UK പോകാൻ റെഡിയാണോ? അഷ്റഫ് സാറ് ചോദിച്ചു. ആ സർ. താൻ വീട്ടിൽ ചോദിച്ച് നാളെ പറയും. ഓക്കെ? ഓക്കെ സർ. ആൾക്ക് ഉപ്പയും ഉമ്മയും പിരിയാൻ വയ്യാത്തതുകൊണ്ട് അവൾ ആ കാര്യം വീട്ടിൽ പറഞ്ഞില്ല. പിറ്റേന്ന് അഷ്റഫ് സാറ് ക്ലാസ്സിൽ വന്നോണ്ടേ ഷഹനയോട് UK പോകുന്ന കാര്യം ചോദിച്ചു. സർ ഞാൻ പോകുന്നില്ല, ഗായത്രി പൊക്കോട്ടെ. അതെന്താണോ? ഇത്രയും നല്ല അവസരം ഇനി കിട്ടില്ല. എത്ര പേരെന്നറിയോ ഇങ്ങനെ കോളേജിൽ പഠിക്കാൻ സ്വപ്നം കണ്ട് നടക്കുന്നു? അപ്പൊ താൻ കിട്ടിയ അവസരം പാഴാക്കുവാണോ? സർ എനിക്ക് വീട്ടുകാരെ വിട്ടുപിരിയാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ പോണില്ല എന്ന് പറഞ്ഞ്. ഓക്കെ, തന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ബട്ട് ഒന്നുകൂടി താൻ ആലോചിക്കൂ. തന്നെ പോലെ പഠിക്കാൻ കഴിവുള്ള കുട്ടി കിട്ടുന്ന വലിയൊരു അവസരമായത്. താൻ വേണ്ടെന്ന് വെക്കരുത്. തന്റെ അധ്യാപന നിലയിൽ ഞാൻ പറയുക, തനിക്കൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ സർ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ, ഗുഡ്. അവൾ വീട്ടിൽ പോയി ആലോചിച്ചു. സാറ് പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ വന്നു. അവൾ ഉപ്പയോടും ഉമ്മയോടും കാര്യം പറഞ്ഞു. മകളെ പിരിയുന്ന സങ്കടം ഉണ്ടെങ്കിലും അവൾ കിട്ടുന്ന നല്ലൊരു അവസരം പാഴാക്കി കളയാൻ ആ ഉപ്പയും ഉമ്മയും തയ്യാറായില്ല. അവൾക്ക് സമ്മതമാണെങ്കിൽ ധൈര്യമായി UK പോയിക്കൊള്ളാൻ അവർ അവളോട് പറഞ്ഞു. അവരുടെ വാക്കുകൾ അവളിൽ ധൈര്യം പകർന്നു. അങ്ങനെ വീട്ടുകാരുടെ സമ്മതത്തോടെ അവൾ UK പോകാൻ തയ്യാറായി. അവൾ അഷ്റഫ് സാറിനോട് സമ്മതം അറിയിച്ചു. ഓക്കെ ഷഹന, വെരി ഗുഡ്. ഒടുവിൽ താൻ ശരിയായ ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ സങ്കടത്തോടെയാണെങ്കിലും അവൾ UK പറന്നു. ആദ്യമൊക്കെ ഉപ്പാക്കും ഉമ്മാക്കും അവൾക്ക് ഒരുപോലെ സങ്കടമായിരുന്നു. പിന്നെ പതിയെ പതിയെ അവൾ പഠനത്തിൽ ശ്രദ്ധിച്ചു. ഇടയ്ക്കൊക്കെ അഷ്റഫ് സാറ് വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എന്തോ സാറ് വിളിക്കുമ്പോൾ ഉപ്പയും ഉമ്മയും പോലെ സാറിനെയും വല്ലാതെ മിസ് ചെയ്യുന്നതായി അവൾക്ക് തോന്നി. സാറിനോട് സംസാരിക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു ഫീലിങ്സ്. എന്താ ഇത്? അവൾ ചിന്തിച്ചു. അവളുടെ ചങ്സിനെ അവൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അവരോട് അവൾ സംസാരിക്കും. ഒരു ദിവസം അഷ്റഫ് സാറ് വിളിച്ചപ്പോൾ അവൾക്ക് എന്തോ വല്ലാത്ത സങ്കടം തോന്നി. ഹലോ സർ. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. എന്താണോ? എന്താ സ്വരം വല്ലാതെ? ഏയ് ഒന്നുമില്ല സർ. ഒന്നുമില്ലാത്തല്ല, എന്തോ സങ്കടമുണ്ടല്ലോ എനിക്ക്. അത് സർ. അവൾ കരഞ്ഞുപോയി. ഡോ ഷാന, എന്തോടോ ഇത്? തന്നോട് കരയുന്നേ? ആ സർ, അതെ മൊഞ്ചത്തേക്ക് മുഖട്ടും ചേരില്ല കേട്ടോ. വേഗം കണ്ടോടച്ചേ, ഒരു കുസൃതിയോട് സാറ് പറഞ്ഞു. അപ്പോഴും എന്റെ മൊഞ്ചത്തി എന്ന വാക്കിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു അവൾ. സാറെന്താ പറഞ്ഞേ? എന്തേ, എന്റെ പെണ്ണ് കേട്ടില്ലാന്നുണ്ടോ? സാർ, സാറിന് നമ്മളെ
എന്താ എൻ്റെ ഷഹനൂട്ടിക്ക് അറിയണ്ടേ? സർ, സാറെന്താ പറഞ്ഞേ? അതെ, ഈ മൊഞ്ചത്തിയുടെ ഉള്ളിൽ നമ്മളോട് ചെറിയൊരു മുഹബത്തുണ്ടോ എന്ന് നമുക്ക് അറിയാം. സർ, അത് തനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം എന്നോട് തോന്നുന്നതിന് മുമ്പ് തന്നോട് എനിക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയതാ. പിന്നെ നമ്മളാ ഇഷ്ടം തന്നോട് പറയാത്തതിൻ്റെ കാരണം തനിക്ക് നമ്മളെ ഇഷ്ടമാണെങ്കിൽ തൻ്റെ UK പോക്ക് മുടങ്ങുന്ന കരുതിയാ. ഇനി എന്താ അറിയണം എൻ്റെ മൊഞ്ചത്തിക്ക്? പറ. സർ, സത്യമാണ് ഇത്. എൻ്റെ പെണ്ണിനോട് ഞാൻ കള്ളം പറയുമോ? എൻ്റെ ഷാനൂട്ടി, ആ കണ്ണോട് ശരി, ഇനി ആ കണ്ണ് നിറയരുത് കേട്ടല്ലോ. ഒരു കൊല്ലം കൂടിയല്ലേ ഉള്ളൂ, അത് വേഗത്തിൽ പോവല്ലോ. അത് കഴിഞ്ഞ് എൻ്റെ ഷാനൂട്ടിയെ തൻ്റെ ഇക്കുതിനെ സ്വന്താക്കില്ലേ? പിന്നെന്താ? സർ, സാറല്ല ഇക്കു. ഒന്ന് വിളിച്ചേ. ഒന്ന് വിളിക്കുവേണ്ട ഇക്കുന്ന്. അത് പിന്നെ വിളിക്കണം, കേൾക്കാനുള്ള കൊതിയുണ്ടല്ലേ. ഇക്കു. ഷൈന അവൻ നേർമയായി വിളിച്ചു. ഐ ലവ് യു സോ മച്ച്. അപ്പൊ ശരി, ഞാൻ മൊഞ്ചത്ത് പറയൂ. നാളെ കോളേജിൽ പോകണ്ടല്ലേ? ശരി സർ. അല്ല ഇക്കു. അപ്പൊ ശരിടാ. ശരി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഫോൺ വിളികളിലൂടെ അവരുടെ പ്രണയം വളർന്നു. അങ്ങനെ ഷഹനയുടെ കോഴ്സ് കഴിഞ്ഞു അവൾ നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഉപ്പയും ഉമ്മയും കാണാൻ അവൾക്ക് ധൃതിയായി. ഒപ്പം അവളുടെ ഇക്കുവിനെയും. അവൾ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറി. എയർപോർട്ടിൽ അവൾ സ്വീകരിക്കാൻ ഉപ്പയോടും ഉമ്മയോടൊപ്പം അഷ്റഫ് സാറും ഉണ്ടായിരുന്നു. അവൾ അവരെ കണ്ടത് ഓടിപ്പോയി ഉപ്പയും ഉമ്മയും കെട്ടിപ്പിടിച്ചു. അവൾ കരഞ്ഞുപോയി. അവരും. അപ്പോഴാണ് അവൾ അഷ്റഫിനെ കണ്ടത്. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾക്കെന്തോ പെട്ടെന്ന് ഒരു വെപ്രാളം തോന്നി. അവൾ പെട്ടെന്ന് അവന്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി. അഷ്റഫിന്റെ കാറിലാണ് അവർ വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തിയപ്പോഴാണ് അവൾ അറിഞ്ഞത് അഷ്റഫ് അവർ തമ്മിൽ ഇഷ്ടം ഇരുവീട്ടിൽ അറിയിച്ചിരുന്നു എന്ന്. അവരുടെയൊക്കെ സമ്മതവും വാങ്ങിയിരുന്നു. ഷഹന വീട്ടിലില്ലെങ്കിലും ആ കുറവ് അഷ്റഫ് പരിഹരിച്ചിരുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവനുണ്ടായിരുന്നു. അഷ്റഫിന്റെ ഉപ്പയും ഉമ്മയും അവളെ കാണാനും നിക്കാഹ് ഉറപ്പിക്കാനുമായി അന്ന് തന്നെ വന്നു. അങ്ങനെ ഏറ്റവും അടുത്ത ദിവസം തന്നെ അഷ്റഫ് ഷഹനയുടെ കഴുത്തിൽ മഹറിയാർത്തി അവളെ തന്റെ പാതിയാക്കി. അഷ്റഫിന്റെ കൈ പിടിച്ച് അവന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ഉള്ളം പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു. രാത്രി മണിയറയിൽ തന്റെ പ്രാണനെ കാത്തിരിക്കുമ്പോൾ അവളുടെ കൈകാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടി. അവളുടെ ഞെട്ടൽ കണ്ട അഷ്റഫ് ഒരു ചിരിയോടെ ഡോറടച്ച് അവൾക്കടുത്തേക്ക് വന്നു. എന്താണോ, പേടിച്ചു പോയോ? അവൻ അവൾക്കടുത്തിരും ചോദിച്ചു. അതെ, എന്റെ ബീവെന്ന് മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൾ നാണത്താലെയൊന്ന് പുഞ്ചിരിച്ചു. അവൻ അവളുടെ മുഖം തന്റെ കൈക്കുമ്പിലാക്കി അവളുടെ നെറുകയിൽ തന്റെ ആദ്യ ചുംബനം നൽകി. അവൾ കണ്ണുകൾ മെല്ലെ അടച്ച് അവന്റെ മാറിൽ മുഖം ഒളിപ്പിച്ചു. അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഷാനൂട്ടി, ഒരു കഥ പറയട്ടെ. ഒരിക്കലൊരു ചെറുപ്പക്കാരന് ഒരു കോളേജിൽ അധ്യാപകനായിട്ട് ജോലി കിട്ടി. ആ ചെറുപ്പക്കാരന് അധ്യാപനം എന്ന് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ കോളേജിലെത്തിയന്ന് കാപ്പി കണ്ടുള്ളൊരു മൊഞ്ചത്തി അവന്റെ കണ്ണിലടക്കി. ഓളെ കാണുമ്പോഴൊക്കെ ആ ചെറുപ്പക്കാരൻ്റെ ഉള്ള എന്തിനെന്നില്ലാതെ മിടിക്കും. വളരെ നിയന്ത്രിച്ച് ആ ചെറുപ്പക്കാരൻ ക്ലാസ് എടുത്തിരുന്ന്. ഒടുവിൽ ഓൾക്ക് UK പഠിക്കാനുള്ള ചാൻസ് കിട്ടി. ഓൻ്റെ പെണ്ണിനെ കാണാൻ പറ്റില്ല എന്നുള്ള സങ്കടം ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നെങ്കിലും ഓളുടെ ഡ്രീം നടത്തി കൊടുക്കാൻ കുറച്ച് സങ്കടം സഹിക്കാൻ ഓൻ തയ്യാറായി. ഓളെ കാണാതെ ഒരു ശൂന്യതയായിരുന്നു ആദ്യമൊക്കെ. പിന്നെ പതിയെ ഓളോട് സംസാരിച്ചൊക്കെ മാറ്റി. ഒടുവിൽ ഓളോട് തന്നെ മനസ്സുറക്കുമ്പോൾ ഓളെങ്ങനെ റിയാക്ട് ചെയ്യുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവനെ. പലപ്പോഴും അവളുടെ കണ്ണുകളിൽ തന്നെ ഉള്ള പ്രണയം കണ്ടേലും അത് തൻ്റെ തോന്നലാവരുതെന്ന് പഠിച്ചവനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച ശേഷം ഓളോട് ഇഷ്ടം പറഞ്ഞു. ഓൾക്ക് തന്നെ ഉള്ള ഇഷ്ടം വെറും തോന്നലെന്ന് അറിഞ്ഞപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു ഉള്ളിൽ. ഓളുടെ ഉപ്പയോടും ഉമ്മയോടും ഒപ്പം തൻ്റെ ഉപ്പയോടും ഉമ്മയോടും തന്നെ ഇഷ്ടം പറഞ്ഞപ്പോൾ അവരുടെ സമ്മതം കൂടി കിട്ടിയപ്പോൾ പിന്നെ ഓളെ കാണാനും സ്വന്താക്കാനുള്ള ധൃതിയായിരുന്നു. ഒടുവിൽ നിന്ന് തൻ്റെ സ്വപ്നം പോലെ തൻ്റെ പെണ്ണ് തന്നെ മഹർ ചാർത്തി തൻ്റേത് മാത്രമായി തൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുമ്പോൾ ഈ ദുനിയാവിലെ ഏറ്റവും ഭാഗ്യവനായ ചെറുപ്പക്കാരൻ താനാണെന്ന് അവന് തോന്നിപ്പോയി. തൻ്റെ പെണ്ണിനോടൊപ്പം 1000 കൊല്ലം ഒരു മനസ്സായി ഒരു ഉയിരായി ജീവിക്കാനുള്ള ഭാഗ്യം തന്നെ പടച്ചോനെന്ന് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഓളെ തൻ്റെ കരവലയത്തിൽ പൊതിഞ്ഞു പിടിച്ച് ഓനിങ്ങനെ ഓൻ്റെ മണവാട്ടിക്കൊപ്പം ജീവിക്കുന്നു. എങ്ങനെയുണ്ട് ഷാനൂട്ടി സ്റ്റോറി? ഇഷ്ടമായ കണക്ക്? ശരിക്കും? അപ്പൊ പിന്നെ നമുക്ക് ജീവിച്ചു തുടങ്ങിയാലോ? അവൾ അവനെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി അവൻ്റേതാക്കിക്കൊണ്ട് അവൻ അവളുടെ അധരങ്ങൾ കവർന്ന് അവളെയും കൊണ്ട് പെട്ടിലേക്ക് വീണു. അന്നു മുതൽ ഒരു മനസ്സായി ഒരു ശരീരമായി സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു.